പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അങ്ങനെ നമ്മുടെ 10th SSLCയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു. നല്ല മാർക്ക് കിട്ടിയ ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വിജയശതമാനം കൂടുതലാണ് എന്നും ഒരുപാട് കുട്ടികൾക്ക് ഫുൾ A+ എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. ചില കുട്ടികൾക്ക് ഗ്രേഡ് കുറഞ്ഞു പോയ ചില വിവരങ്ങളും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഗ്രേഡ് കൂടുതലായിട്ടും കുറഞ്ഞിട്ടുള്ളത് സയൻസ് സബ്ജക്റ്റുകളിലല്ല, കൂടുതലായിട്ടും വന്നിരുന്നത് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് അറബിക്ക്, മലയാളം, ഹിന്ദി തുടങ്ങിയ സബ്ജക്റ്റുകളിലാണ്. അപ്പോൾ ഇത് +1 അഡ്മിഷനെ ബാധിക്കുമോ, ഞങ്ങൾ സയൻസ് എടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ പാരൻസും അതുപോലെ തന്നെ കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഹാർവസ്റ്റ് ഒരുക്കുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വിജയശതമാനം ഈ വർഷം വന്നതുകൊണ്ട് അഡ്മിഷൻ്റെ കേസിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് ഒരു പക്ഷേ നിങ്ങൾ നേരിട്ടേക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സയൻസ് എടുത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ, സയൻസ് എന്നല്ല, നിങ്ങളുടെ കരിയർ, നിങ്ങൾ തുടർന്നുള്ള നിങ്ങളുടെ പഠനം കുറച്ചും കൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി എൻട്രൻസ് എക്സാമുകളെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ഈ കുറഞ്ഞ മാർക്ക്, ഈ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മറ്റ് ലാംഗ്വേജ് സബ്ജക്റ്റുകളിൽ കുറഞ്ഞ മാർക്ക് പെട്ടെന്നുള്ള നിങ്ങളുടെ അഡ്മിഷനെ +1 സയൻസ് എൻട്രിയെ ബാധിച്ചേക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു നിങ്ങൾക്ക് തുടർന്നുള്ള കോഴ്സിൽ, തുടർന്ന് നിങ്ങളുടെ പഠനത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താത്ത ചില സബ്ജക്റ്റുകളിലാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളവും അതുപോലെ സെക്കൻഡ് ലാംഗ്വേജും ഹിന്ദിയൊക്കെ ആ സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്കാണ് കുറച്ചും കൂടി കൂടുതൽ അതിനുള്ള സാധ്യത. ഫോർ എക്സാമ്പിൾ BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ്, ആ ഒരു ലെവലിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ അറബിക്കാണെങ്കിലും മലയാളമാണെങ്കിലും ആ ഒരു ലെവലിൽ പഠിക്കുന്ന കുട്ടിക്കാണ് അതിൻ്റെ മാർക്ക് കൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉള്ളത്. അതല്ലാതെ സയൻസ് സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും മാത്സിലും A+ ഗ്രേഡ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ A+ ഗ്രേഡിന് താഴെയുള്ള ഗ്രേഡ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ സയൻസ് പഠിക്കാൻ കാലിബറുള്ള നല്ല മക്കളാണ് എന്നാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ മൊത്തത്തിലുള്ള ഗ്രേഡ് കുറഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി ഞങ്ങൾ സയൻസ് എടുത്ത് പഠിക്കാൻ കഴിവുള്ളവരാണോ, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് അതിന് കഴിയോ എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ ആദ്യം തന്നെ അത് മാറ്റുക. ഒരിക്കലും നിങ്ങളുടെ സയൻസ് എടുത്ത് പഠിക്കുന്നതിന് ഈ സബ്ജക്റ്റുകൾ ഒരിക്കലും സ്വാധീനിക്കുന്നില്ല. ഇനി നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്, അതുപോലെ തന്നെ തുടർന്നുള്ള നിങ്ങളുടെ സെക്ഷനുകളും നിങ്ങൾ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അവിടെ UGO അല്ലെങ്കിൽ PGO നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, എസ്പെഷ്യലി UGൻ്റെ കേസിലൊക്കെ തന്നെ ഇംഗ്ലീഷ് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം തന്നെ നമ്മുടെ സയൻസ് സബ്ജക്റ്റിനെ ബാധിക്കുന്ന കേസുകളല്ല. അവിടെ എല്ലാം തന്നെ നമുക്കൊരു പാസ് മാർക്ക് ആ സബ്ജക്റ്റുകളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി, നീറ്റ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ JEE എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഏത് എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയാണെങ്കിലും ബേസിക്കലി അവൻ എന്താ പഠിക്കുക? ഫിസിക്സ് പഠിക്കും, കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, ഹയർ സെക്കൻഡറി +1 +2, ദെൻ മാത്സ് പഠിക്കുന്നുണ്ട്, ബയോളജി പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് കോർ സബ്ജക്റ്റ്. ഇതിൻ്റെ എൻട്രൻസ് എക്സാമാണ് നടക്കാൻ പോകുന്നത്. അതല്ലാതെ നിങ്ങളുടെ ഇംഗ്ലീഷിൽ നിങ്ങൾ എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജുകളിൽ എത്ര പെർഫോം ചെയ്യുന്നുണ്ടോ എന്നതൊരു ക്രൈറ്റീരിയ അല്ല ഈ എൻട്രൻസ് എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, ഇതെല്ലാം തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് ആണ്. നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും JEEക്ക് പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനുദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിലും, ഇതെല്ലാം തന്നെ എൻട്രൻസ് എക്സാംസുകളാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസുകളാണ്. ആ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് ആ 4 ഓപ്ഷനിൽ ഏതാണ് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക, ഈ 4 സബ്ജക്റ്റിൽ ഏതാണ് അതിൻ്റെ ഓപ്ഷൻ എന്നത് കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ള നിങ്ങളുടെ കഴിവിനെയാണ് ഈ എക്സാമുകളെല്ലാം തന്നെ വിലയിരുത്തുന്നത്. അതല്ലാതെ ഒരിക്കലും നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ഉള്ള പെർഫോമൻസിനെ അല്ല. അത് മക്കളെല്ലാവരും ആദ്യം തന്നെ മനസ്സിലാക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലൊക്കെ നിരാശ വന്നിട്ടുണ്ടാവും, ഈ ഫുൾ A+ കിട്ടിയ ഒരു കുട്ടിക്ക് മാത്രമേ സയൻസ് പറ്റുള്ളൂ, അല്ലെങ്കിൽ 9 A+ അല്ലെങ്കിൽ 8 A+ ഉള്ള ഒരു കുട്ടിക്ക് മാത്രമേ സയൻസ് പറ്റുള്ളൂ എന്നുള്ള ചില ധാരണകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അത് പാടെ, ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ മൈൻഡിൽ നിന്ന് പാടെ കളയാം. ഒരുപക്ഷെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും, ഞാനൊരു കൊമേഴ്സിന് പോകാം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിന് പോവാം.
എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും. എന്നെ കൊണ്ട് സയൻസ് ഒന്നും കഴിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അതെല്ലാം നിങ്ങൾ മാറ്റിക്കളയേണ്ട വിഷയങ്ങളാണ്. കാരണം ഫിസിക്സിലും കെമിസ്ട്രിയും ബയോളജിയും മാത്സും അത്യാവശ്യം നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറിക്ക് ശേഷം നടക്കുന്ന എല്ലാ എൻട്രൻസ് എക്സാമും എഴുതാൻ നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. അതാണ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് തിരിച്ചറിയേണ്ട വിഷയം. അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷനിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആരെങ്കിലും ഈ ഒരു A+ൻ്റെ എണ്ണം കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രീതിയിലുള്ള കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ചില കോഴ്സുകളോട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സയൻസ് പഠിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ നെഗറ്റീവ് എനർജി കളയണം. നിങ്ങളെല്ലാവരും നല്ല കാലിബറാണ് സയൻസ് പഠിക്കാൻ എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മറ്റ് സബ്ജക്റ്റുകളെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതല്ല. പക്ഷെ സയൻസ് എന്ന് പറയുന്നൊരു ഒരു കോഴ്സിന് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും ഈ രണ്ട് കോഴ്സിനും കിട്ടില്ല എന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം പ്ലസ് ടു കഴിയുന്നൊരു കുട്ടി എഴുതുന്ന എൻട്രൻസ് എക്സാമുകൾ നിങ്ങൾ പരിചയപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. വെറും നീറ്റ് ജെഇ എന്നുള്ള ആ കേസ് മാത്രമല്ല ഞാൻ പറയണത് കേട്ടോ. ചില കുട്ടികൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ കഴിവുള്ള കുട്ടികളുണ്ടാവും, അവർക്ക് അതിൻ്റേതായിട്ടുള്ള എൻട്രൻസ് എക്സാമുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ പ്ലസ് ടുവിന് ശേഷം എഴുതാനുണ്ട്. നിങ്ങൾ എപ്പോഴും നീറ്റ് ജെഇ എന്ന് പറയുന്ന ഈ രണ്ട് മെയിൻ കോഴ്സുകൾ കേൾക്കുന്നത് കൊണ്ടാണ്. അതാണ് എൻട്രൻസ് എക്സാമിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ താഴെ വരുന്ന നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ അക്കാഡമിക്സ് നമ്മൾ എങ്ങനെയാണോ ഉയർത്താൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കരിയർ എങ്ങനെയാണോ നമ്മൾ നന്നാക്കാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി സമ്പാദിച്ച് നമ്മുടെ പാരൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സിനെയും സേവ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കൊരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കോഴ്സ് മറ്റ് രണ്ട് സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സയൻസ് സബ്ജക്റ്റിനാണ് കൂടുതലായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, സയൻസ് എടുത്തൊരു കുട്ടിക്ക് ഇനി ഒരു ആർട്സ് സബ്ജക്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും, അതല്ലെങ്കിൽ ഇനി ഒരു കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും പ്ലസ് ടുവിന് ശേഷം അവനത് കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു ആർട്സോ അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് സബ്ജക്റ്റ് എടുത്തൊരു കുട്ടി സയൻസിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ കോഴ്സ് വെച്ച് നോക്കുമ്പോഴും അതിന് സാധിക്കില്ല. അവൻ്റെ കാലിബറും അവനൊരിക്കലും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതല്ല. അതുകൊണ്ട് ആ ഒരു വിഷയം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. എപ്പോഴും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഹയർ സെക്കൻഡറിയിലുള്ളത്, ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ ഹയർ സെക്കൻഡറിയിലുള്ളതെല്ലാം തന്നെ സയൻസ് സബ്ജക്റ്റിനാണ്. പ്ലസ് 1 പ്ലസ് 2 സയൻസ് സിലബസിനാണ്. അത് വിത്ത് ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഈ രണ്ട് ഓപ്ഷനാണ് കൂടുതലുള്ളത് എന്ന് മക്കളെല്ലാവരും മനസ്സിലാക്കിയെടുക്കാം. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക, ഞാൻ ഇനി ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത് നന്നായിട്ട് ആലോചിക്കാം. ഇനി എനിക്ക് നിങ്ങളടുത്ത് അതിന് കൂടെ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നിങ്ങൾ ഇനി സയൻസ് എടുക്കാൻ തീരുമാനിച്ചു, ഞങ്ങൾ മറ്റു കോഴ്സുകളിലേക്കൊന്നും പോകുന്നില്ല, ഞങ്ങൾക്ക് അത്യാവശ്യം സയൻസ് നല്ല മാർക്കുണ്ട്, സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾ സയൻസ് എടുക്കാൻ തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് കൂടി നിങ്ങൾ അതിൻ്റെ കൂടെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് കൂടുമെന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. കാരണം നമ്മൾ പ്ലസ് ടുവിന് ശേഷം ഒരു എൻട്രൻസ് എക്സാമിനെ കുറിച്ച് ആലോചിക്കുക, അല്ലെങ്കിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് മെഡിക്കലിന് പ്രിപ്പയർഡ് ആവാം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പ്രിപ്പയർഡ് ആവാം എന്നാലോചിക്കുന്നത് പോലെയല്ല 10th നിന്ന് പ്ലസ് 1ലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു കുട്ടി ആലോചിക്കുന്നത്. ഒരാൾ 2 വർഷം മുമ്പ് അതിനെ ആലോചിച്ച് തുടങ്ങുകയാണ്, മറ്റൊരാൾ പ്ലസ് 2 കഴിഞ്ഞതിന് ശേഷമാണ് അതിനെ ആലോചിച്ച് തുടങ്ങുന്നത്. ഇനി 2 വർഷം മുമ്പ് ആലോചിച്ച് തുടങ്ങുന്ന ഒരാൾ 10th കഴിഞ്ഞു, എനിക്കൊരു മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഒരു ക്ലാസ്, ഒരു ഹയർ സെക്കൻഡറി ക്ലാസ് ആണ് എനിക്ക് വേണ്ടത് എന്ന് ആലോചിച്ച് തുടങ്ങുന്നൊരു കുട്ടി സ്വാഭാവികമായിട്ടും അവൻ്റെ എൻട്രൻസ് എക്സാമുകളിലേക്കുള്ള പ്രിപ്പറേഷൻ എത്രയോ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതനുസരിച്ചുള്ള ക്ലാസ്സും കാര്യങ്ങളും ആയിരിക്കും അവന് കിട്ടാം. ഒരു നോർമൽ സ്കൂൾ സംവിധാനത്തിൽ നിന്നുകൊണ്ടൊരിക്കലും നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷനെ പ്രിപ്പയർ ആവുന്ന രീതിയിലേക്കുള്ള കോച്ചിങ് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല.
സാധിക്കില്ല. ഒരു നോർമൽ ഒരു ഗവൺമെൻറ് സ്കൂളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ സയൻസ് എടുത്തുകൊണ്ടാണ് നിങ്ങൾ ഇതിന് നോക്കുന്നത് എങ്കിൽ ഒരിക്കലും നിങ്ങളെ കൊണ്ട് ഒരു മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് മേഖലയിലേക്ക് വളരെ വേഗത്തിൽ എത്തിപ്പെടുക എന്നുള്ള, അല്ലെങ്കിൽ ഈ എക്സാം നീറ്റ് JEE അല്ലെങ്കിൽ മറ്റു എൻട്രൻസ് എക്സാമുകൾ പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും പെട്ടെന്ന് തന്നെ നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കില്ല. അപ്പോൾ ഹയർ സെക്കൻഡറിൻ്റെ കൂടെ +1ഉം +2ഉം നിങ്ങൾ സയൻസ് സിലബസ് പഠിക്കുന്നു, ബോർഡ് എക്സാമിനേഷന് തയ്യാറാവുന്നു, അതിന് കൂടെ തന്നെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയേഴ്സ് എൻട്രൻസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസ്സുകളും ടീച്ചേഴ്സിൻ്റെ ആ ലെവൽ ഓഫ് ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാജ്വലി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കൺസെപ്റ്റ് എല്ലാം തന്നെ മനസ്സിലായി പെട്ടെന്ന് ഈ എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വർഷമാണ് ഒരു കുട്ടി റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ ആ കുട്ടിക്ക് എന്തായാലും സ്ട്രെസ്സ് എന്തായാലും ഉണ്ടാകും. നമ്മൾ എത്രത്തോളം അതില്ല എന്ന് പറഞ്ഞാലും കുട്ടിയുടെ മനസ്സിൽ, രക്ഷിതാക്കളുടെ മനസ്സിലൊക്കെ തന്നെ കുറച്ചൊരു പ്രയാസം, കുറച്ചൊരു വിഷമം ഉണ്ടാവും. ഈ ഒരു വർഷം കിട്ടുമോ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവോ, എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതെല്ലാം തന്നെ ഈ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സിലുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ ആലോചിക്കേണ്ട വിഷയം നേരത്തെ അതിന് പ്രിപ്പയർ ചെയ്യണതല്ലേ. കാരണം 2 വർഷം മുമ്പ് വളരെ സാവധാനത്തിൽ ഹയർ സെക്കൻഡറി സിലബസിൻ്റെ കൂടെ ഈ കൺസെപ്റ്റ് എല്ലാം പഠിച്ച് വന്ന് വളരെ സാവധാനത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്കല്ലേ ടെൻഷൻ ഫ്രീ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ എൻട്രൻസ് എക്സാമുകളെല്ലാം ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇനി റിപ്പീറ്റ് ചെയ്യുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 1 വർഷം കൊണ്ട് ഈ എല്ലാ കൺസെപ്റ്റും വളരെ വേഗത്തിൽ പഠിച്ചെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല അതിനപ്പുറമുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് മേഖലയിലേക്കുള്ള ഒരു അഡ്മിഷൻ കിട്ടണമെന്നുണ്ട് എങ്കിലും 1 വർഷം നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനുള്ള അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ പോലും +1 +2 നമുക്കതിൻ്റെ ഒരു ബേസ്, ഒരു എൻട്രൻസ് കോച്ചിങ് കിട്ടണം. എങ്കിലും നമ്മളെ കൊണ്ട് ഈ 1 വർഷം കൊണ്ട് ഈ കോഴ്സ് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അറിയാമല്ലോ നിങ്ങൾക്ക്, കോവിഡിൻ്റെ പല വിഷയങ്ങളുള്ളത് കൊണ്ട് ഫോക്കസ് ഏരിയ പഠിച്ചും ചില ചാപ്റ്റേഴ്സുകൾ അവോയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ ബോർഡ് എക്സാമിനേഷന് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഹയർ സെക്കൻഡറി എക്സാമുകൾ എഴുതാൻ പോകുന്നത്. നിങ്ങൾ ഈ എൻട്രൻസ് കോച്ചിങ്ങിലേക്ക് വരുന്നില്ല എങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്നത് അങ്ങനെയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ 1 വർഷം നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് എങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും ആ 1 വർഷം നമ്മൾ നന്നായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം നേരത്തെ നമ്മളതിന് പ്രിപ്പയർ ചെയ്യുകയാണ് എങ്കിൽ പിന്നീട് 1 വർഷം നമുക്ക് ഒരു എൻട്രൻസ് ലെവലുള്ള ക്ലാസ്സും ഒരു റിപ്പീറ്റേഴ്സ് കോഴ്സും കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങിലേക്കുള്ള അഡ്മിഷൻ കൃത്യമായിട്ട് തന്നെ നമുക്ക് നേരത്തെ നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇതാണ്, നിങ്ങളുടെ ലാംഗ്വേജുകളിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ഒരിക്കലും സയൻസ് എന്ന് പറയുന്ന കോഴ്സിനെ നിങ്ങൾ ഒരിക്കലും അതിന് പഠിക്കാൻ അർഹതയില്ലാത്തവരാണ് എന്ന് നിങ്ങൾ മനസ്സിൽ കരുതണ്ട. ഒരു പക്ഷേ ഗവൺമെൻറ് സീറ്റുകളിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും ഒക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ലാംഗ്വേജുകളിൽ മാർക്ക് കുറഞ്ഞതുകൊണ്ട് ബാക്കിലേക്ക് വന്നേക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഒരു സ്കൂളിനെ എടുത്ത് നിങ്ങളുടെ +1 +2 സിലബസ് ഫ്രെയിം ചെയ്യുന്നതായിരിക്കും നന്നാവുക. തീർച്ചയായും ഹാർവസ്റ്റ് ആ രീതിയിലാണ് ഹാർവസ്റ്റിൻ്റെ അക്കാഡമിക് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. +1 +2 സയൻസ് ക്ലാസ്സുകളോടൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ് കൂടി കൊടുക്കുന്നുണ്ട്. കുട്ടികളെ ബോർഡ് എക്സാമിനേഷന് പ്രിപ്പയർ ആക്കുന്നു. അതോടൊപ്പം തന്നെ എൻട്രൻസ് എക്സാമിനേഷനും കുട്ടികളെ എൻട്രൻസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിലെല്ലാം തന്നെ കൊടുത്തിട്ട് കുട്ടികളെ എൻട്രൻസ് കോച്ചിങ്ങിനും പ്രിപ്പയർ ആക്കുന്നു. അങ്ങനെയാണ് ഹാർവസ്റ്റിൻ്റെ ഈ ഒരു അക്കാഡമിക് പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഹാർവസ്റ്റിൻ്റെ റിസൾട്ടും നോക്കിയാൽ ആ കാര്യം കൃത്യമായിട്ട് തന്നെ മനസ്സിലാകാവുന്നതാണ്. ഹാർവസ്റ്റിൽ വന്ന എല്ലാ കുട്ടികളും 10th ഫുൾ A+ വാങ്ങി വന്ന, അല്ലെങ്കിൽ സയൻസിൽ ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ A1 വാങ്ങി വന്ന കുട്ടികളല്ല. താഴ്ന്ന നിലയിൽ നിന്ന് വന്ന കുട്ടികൾക്ക് ഈ ഒരു ഫ്രെയിമിലൂടെ എൻട്രൻസ് +1 +2 സിലബസിൻ്റെ കൂടെ എൻട്രൻസ് കോച്ചിങ് കൂടി കൊടുത്തിട്ട് അവർക്ക് ഉയർന്ന നിലയിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾ നന്നായിട്ട് ഈ വിഷയം ഒന്ന് ആലോചിക്കുക. ഇനി എനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കളോടാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു +1 +2 സയൻസ് സിലബസിൻ്റെ കൂടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് കൂടി നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫീ സ്ട്രക്ചർ എന്തായാലും
എന്തായാലും അതിന് വരും. പക്ഷേ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം, +2 കഴിഞ്ഞതിന് ശേഷം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫീ അടച്ചിട്ട് ആ കോഴ്സിന് ചേർന്നാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിലും ആ കുട്ടിക്ക് മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സെക്ഷൻ കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാവും. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് ഒരു കുട്ടിക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് മേഖലയിലേക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പോലും +1 +2 ഒരു നോർമൽ കോച്ചിങ് ആ കുട്ടിക്ക് പോരാ. നോർമൽ സ്കൂൾ സിലബസ് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും മാത്രം കുട്ടികൾ ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു വർഷത്തെ റിപ്പീറ്റ് കോഴ്സിലെ ഒരിക്കലും കുട്ടികൾക്ക് ആ ഒരു അഡ്മിഷന് കിട്ടില്ല. അപ്പോഴാണ് കുട്ടികൾ റിപ്പീറ്റ് അല്ലെങ്കിൽ വീണ്ടും മൂന്നാമതും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കുട്ടികൾ എത്തിപ്പോവുക. അത് സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് ആ കുട്ടികളെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. രക്ഷിതാക്കൾക്കും അതിൻ്റെ പ്രയാസങ്ങൾ ഒരുപാടുണ്ടാവും. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ആ കുട്ടിക്ക് എത്രയും നേരത്തെ നമുക്ക് എൻട്രൻസ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അതാണ് ഏറ്റവും നല്ലത്. അത് +1 സയൻസ് കോഴ്സിൻ്റെ കൂടെയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ആ കുട്ടിക്ക് ഒന്നെങ്കിൽ +2ൻ്റെ കൂടെ, അതല്ല എങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കുട്ടിക്കും നിങ്ങൾക്കും ഒരു അർഹതപ്പെട്ട റിസൾട്ട് ആ കോഴ്സിലൂടെ കിട്ടും. അപ്പോൾ വലിയൊരു ഹെവി ഫീസ് വരുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മുടെ മക്കളുടെ പഠനത്തെ ഒരിക്കലും വൈകിപ്പിക്കരുത്. അത് നമ്മുടെ മക്കൾക്കും നിങ്ങൾക്കും രക്ഷിതാക്കൾക്കും ഒരുപാട് നഷ്ടം, ഒരുപാട് മാനസികമായിട്ടുള്ള സമ്മർദ്ദവും പ്രയാസമായിരിക്കും അതുണ്ടാക്കുക. നമ്മുടെ മക്കളെ ഈ ഒരു ഫ്രെയിമിലേക്കാണ് നമ്മൾ ഉയർത്താൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ കുറച്ച് ഫീ നമ്മൾ മുടക്കിയിട്ട് അവർക്ക് വേണ്ട കോഴ്സ് കൃത്യമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കുക. റിലാക്സോട് കൂടി മക്കൾ പഠിക്കട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങളും റിലാക്സ് ആയിട്ട് അവരുടെ പഠനത്തിലുണ്ടാകുന്ന പെർഫോമൻസ് എല്ലാം നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റട്ടെ. ആ രീതിയിലാണ് ഹാർവസ്റ്റ് അതിൻ്റെ സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഹാർവസ്റ്റിൻ്റെ റിസൾട്ടും കഴിഞ്ഞ വർഷങ്ങളിൽ ഹാർവസ്റ്റിന് വന്നിട്ടുള്ള റിസൾട്ട് എല്ലാം തന്നെ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കുട്ടികളും ഹൈ ലെവലിൽ നിന്ന് ഹൈ പൊട്ടൻഷ്യലോട് കൂടി വന്ന കുട്ടികളായിരുന്നില്ല. താഴ്ന്ന നിലയിൽ നിന്ന് വന്ന കുട്ടികൾക്ക്, താഴ്ന്ന മാർക്കിൽ വന്ന കുട്ടികൾക്ക് പോലും അവരുടെ കഠിന പ്രയത്നം കൊണ്ടും രക്ഷിതാക്കളുടെയും അതിലുപരിയായിട്ട് ഹാർവസ്റ്റ് കൊടുത്ത ആ സപ്പോർട്ട് കൊണ്ടൊക്കെ അവർക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷന് കൃത്യമായിട്ട് രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഹാർവസ്റ്റിൻ്റെ ക്യാമ്പസ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ അക്കാഡമിക്സിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഡയറക്ടേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാവുന്നതാണ്. മെയ് 25 കൂടി ഹാർവസ്റ്റിൻ്റെ +1ൻ്റെ 3rd ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടും ഹാർവസ്റ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന കോൺടാക്റ്റ് നമ്പറിൽ നമ്മളെ വിളിച്ച് നിങ്ങൾക്ക് സീറ്റെല്ലാം തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ഹാർവസ്റ്റ് സന്ദർശിച്ച് കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. എന്തായാലും നമ്മുടെ മക്കൾക്ക് നല്ലൊരു വിജയം ഉണ്ടാവട്ടെ. കുട്ടികളെല്ലാവരും നല്ലൊരു തീരുമാനമെടുത്ത് നല്ല ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ. നിങ്ങളുടെ തുടർന്നുള്ള ഭാവിയിൽ നിങ്ങളുടെ പഠനം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.